നമസ്കാരം. കല്ലുവാതിൽക്കൽ മദ്യദുരന്തമുണ്ടായതിന് ശേഷമാണ് കേരളത്തിൽ ഉപഭോക്താക്കൾക്ക് നൽകുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് ജനങ്ങൾക്ക് വിറ്റഴിക്കുന്ന മദ്യത്തിന്മേൽ ഒരു സുരക്ഷാ സംവിധാനം ഉണ്ടാകണം എന്ന ഒരു ബോധ്യം കേരള സർക്കാരിനുണ്ടാകുന്നത്. അങ്ങനെ ആർക്കും ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു ഉൽപ്പന്നമല്ല മദ്യം. കാരണം മദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ്. കാരണം മദ്യത്തിൻ്റെ വിൽപ്പന അത് വളരെയധികം പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല, എന്നാൽ ആ വിൽപ്പന അത് ഒഴിവാക്കാനും സാധിക്കില്ല. അങ്ങനെ ഒരു ഉൽപ്പന്നമാണ്. മദ്യത്തിനാണ് ഏറ്റവും അധികം നികുതി ചുമത്തിയിട്ടുള്ള ഒരു ഉൽപ്പന്നം. കേരളത്തിൻ്റെ ഖജനാവിലേക്ക് ഏറ്റവും അധികം വരുമാനം കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങളിലൊന്നും മദ്യമാണ്. ആ രീതിയിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം മദ്യവും അതിൻ്റെ വിൽപ്പനയും എല്ലാം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷേ വ്യാജ മദ്യത്തിൻ്റെ നിർമ്മാണം, അതിൻ്റെ വിൽപ്പന, ഇതെല്ലാം കൃത്യമായി സർക്കാരിന് തടയാൻ സാധിക്കണം. അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു സുരക്ഷാ സംവിധാനം കല്ലുവാതിൽക്കൽ മദ്യ ദുരന്തത്തിന് ശേഷം വേണം എന്ന് സർക്കാർ തീരുമാനമെടുക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഒരു സുരക്ഷാ ഹോളോഗ്രാം സ്റ്റിക്കറുകൾ അത് ഓരോ ബോട്ടിലിൻ്റെയും അടപ്പിൽ ഘടിപ്പിക്കാം അല്ലെങ്കിൽ അടപ്പിൽ ഒട്ടിക്കാം എന്ന് കേരള സർക്കാർ തീരുമാനമെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് മുതൽ ഇന്ന് വരെ വർഷങ്ങളായി ഇത്തരത്തിൽ ഹോളോഗ്രാം സ്റ്റിക്കറുകളാണ് സുരക്ഷയുടെ ഭാഗമായി ഉപയോഗിക്കുന്നത്. ഈ ഹോളോഗ്രാം സ്റ്റിക്കറുകളുടെ ഒരു ഉറപ്പിന്മേലാണ് ഓരോ ഉപഭോക്താവും കേരള സർക്കാർ നിർമ്മിക്കുന്ന, കേരള സർക്കാരിൻ്റെ കൃത്യമായ നിബന്ധനകളോടുകൂടി വിൽക്കപ്പെടുന്ന ഈ മദ്യം വാങ്ങി ഉപയോഗിക്കുന്നത്. പക്ഷേ തത്വമയി തന്നെ കഴിഞ്ഞ ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവിട്ടിരുന്നു. ആ വാർത്ത മറ്റൊന്നുമല്ല, അതായത് ഈ ഹോളോഗ്രാം സ്റ്റിക്കറുകൾക്ക് യാതൊരു സുരക്ഷയുമില്ല. ആ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ആരാണോ ഈ ഹോളോഗ്രാം സ്റ്റിക്കറുകൾ നിർമ്മിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അവർ തന്നെ ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു സുരക്ഷയുമില്ലാത്ത സ്റ്റിക്കറുകൾ ഒട്ടിച്ച മദ്യമാണ് ഈ കാലം അത്രയും മലയാളികൾ വാങ്ങിക്കുടിച്ചത്. ഒരുപക്ഷെ മലയാളികൾ വാങ്ങിക്കുടിച്ചതിൽ ഏറിയ പങ്കും വ്യാജമദ്യമായിരിക്കാം എന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് നമ്മൾ അന്ന് പുറത്തുവിട്ടത്. അതായത് ഈ സ്റ്റിക്കറുകൾ നിർമ്മിക്കാനുള്ള ചുമതല സീഡിറ്റിനാണ്. സീഡിറ്റും അതുപോലെ തന്നെ ബിവറേജസ് കോർപ്പറേഷനും തമ്മിലുള്ള ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സ്റ്റിക്കർ നിർമ്മാണത്തിൻ്റെ ചുമതല സീഡിറ്റിലേക്ക് പോകുന്നത്. ഈ കരാർ അനുസരിച്ച് സീഡിറ്റ് തന്നെയാണ് ഇത് നിർമ്മിക്കേണ്ടത്. ഇത് നിർമ്മിക്കാൻ മറ്റൊരു സ്വകാര്യ ഏജൻസിയെയും ഏൽപ്പിക്കാൻ പാടില്ല എന്നും ഇതിൻ്റെ യന്ത്രഭാഗങ്ങളൊന്നും പുറത്തു പോകാൻ പാടില്ല എന്നും കരാറിൽ നിബന്ധനയുണ്ടായിരുന്നു. പക്ഷേ ആ നിബന്ധനകളെല്ലാം ലംഘിച്ച് സീഡിറ്റ് മറ്റൊരു സ്വകാര്യ കമ്പനിക്ക് അന്ന് കരാർ നൽകി, ഉപകരാർ നൽകി. ആ ഉപകരാർ അനുസരിച്ചും ചെറിയ ക്ലോസ് ഉണ്ടായിരുന്നു. അതായത് ഈ കരാറുകാരൻ സീഡിറ്റിനുള്ളിൽ വേണം ഇത് നിർമ്മിക്കാനെന്ന്. ദൗർഭാഗ്യവശാൽ ആ കരാറിൻ്റെ ലംഘനവും നടത്തിക്കൊണ്ട്, ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ആ കമ്പനിയും സീഡിറ്റിന് പുറത്തേക്ക് കേരളത്തിൻ്റെ അതിർത്തി കടന്ന് തമിഴ്നാട്ടിലെ വാളയാറിൽ ഉൾപ്പെടെ ആ കമ്പനിക്ക് ഇത്തരത്തിലുള്ള ഹോളോഗ്രാം സ്റ്റിക്കർ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. തീർച്ചയായും ഈ ഹോളോഗ്രാം സ്റ്റിക്കറുകൾ പുറത്തേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതിൻ്റെ എല്ലാ സുരക്ഷയും ലംഘിക്കപ്പെട്ടു. ഇങ്ങനെയാണ് വർഷങ്ങളായി കേരളത്തിൽ മദ്യ വിൽപ്പന നടന്നുകൊണ്ടിരുന്നത്. സുരക്ഷിതം എന്ന ഒരു ഉറപ്പ് നൽകിയിരുന്നത് സർക്കാരാണ്. അത് ഈ ഹോളോഗ്രാം സ്റ്റിക്കറിലൂടെയാണ്. ആ ഹോളോഗ്രാം സ്റ്റിക്കർ സുരക്ഷിതമാകണമെങ്കിൽ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടണമായിരുന്നു. അത് ലംഘിച്ചത് സീഡിറ്റാണ്. അതുവഴി ഏറ്റവും കോടിക്കണക്കിന് രൂപയുടെ മദ്യം ഇത്തരത്തിൽ സുരക്ഷിതമല്ലാത്ത ഹോളോഗ്രാം സ്റ്റിക്കറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഹോളോഗ്രാം സ്റ്റിക്കറുകൾ, വ്യാജ ഹോളോഗ്രാം സ്റ്റിക്കറുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഈ കാലം അത്രയും പിടികൂടുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അർത്ഥം സംസ്ഥാനത്ത് വ്യാപകമായി വ്യാജ മദ്യം ഉണ്ടാക്കിയിരുന്നു. ആ മദ്യമെല്ലാം ഈ സർക്കാരിൻ്റെ ഹോളോഗ്രാം സ്റ്റിക്കറിൻ്റെ ലേബലിൽ കേരളത്തിൽ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ടാകാം. മലയാളി ഇത്രയും വർഷം കൊണ്ട് കുടിച്ചു തീർത്ത മദ്യത്തിൻ്റെ നല്ലൊരു ശതമാനം വ്യാജമദ്യമാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അന്ന് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ ഈ സ്റ്റിക്കറുകൾ മാറ്റാനുള്ള തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നു. അതായത് ഈ സ്റ്റിക്കറുകൾ സുരക്ഷിതമല്ല എന്ന് സർക്കാർ തന്നെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. മാത്രമല്ല പുതിയ ഒരു QR കോഡ് സംവിധാനം വരുന്നുണ്ട്. അതിൻ്റെ പൈലറ്റ് പരീക്ഷണങ്ങൾ ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുമുണ്ട്. ഈ വ്യാജ സ്റ്റിക്കറിൽ നിന്ന് മാറി സർക്കാർ പുതിയ ഒരു QR കോഡിലേക്ക് പോകുമ്പോൾ തീർച്ചയായും സർക്കാർ ഈ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ, ചില പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ
വശങ്ങൾ അത് കേരളത്തിൻ്റെ സമൂഹത്തിന് മുമ്പിൽ അത് വിശദമാക്കേണ്ടതുണ്ട്, സുതാര്യമാക്കേണ്ടതുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഇത്രയും സുരക്ഷിതമല്ലാത്ത ഹോളോഗ്രാം സ്റ്റിക്കറുകൾ കേരളത്തിൽ വിറ്റഴിക്കപ്പെടാനുള്ള സാഹചര്യം? ഇങ്ങനെ സുരക്ഷാ സംവിധാനങ്ങൾ പുറത്തായത് അല്ലെങ്കിൽ ഹോളോഗ്രാം സ്റ്റിക്കറുകളുടെ സുരക്ഷ ഇല്ലാതാക്കിയതിന് പിന്നിൽ ആരാണ് ഉത്തരവാദി? അവർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ടോ? ഇപ്പോൾ പുതുതായി ആരംഭിക്കുന്ന ഈ QR കോഡ് സിസ്റ്റം, അതിനും ഇത്തരത്തിലുള്ള ചില ലൂപ്പ് ഹോളുകളുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സുരക്ഷാ പഴുതുകളുണ്ടോ? അത് ഇല്ല എന്ന് സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾക്ക് കൃത്യമായും സർക്കാർ മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഇതെല്ലാം ഞങ്ങൾ ഉന്നയിച്ചത് ഈ ഹോളോഗ്രാം സ്റ്റിക്കറുകളിൽ വലിയ സുരക്ഷാ വീഴ്ചയുണ്ട് എന്നാണ്. സർക്കാർ ഇപ്പോൾ ആ ഹോളോഗ്രാം സ്റ്റിക്കറുകൾ ഉപേക്ഷിച്ച് പുതിയ ഒരു സംവിധാനത്തിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഹോളോഗ്രാം സ്റ്റിക്കറുകളൊന്നും സുരക്ഷിതമല്ല എന്ന് സർക്കാരിന് ബോധ്യമായതുകൊണ്ടായിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ ഈ കഴിഞ്ഞ കാലങ്ങളിലെ അഴിമതി പുറത്തു വരുന്ന രീതിയിൽ ഒരു അന്വേഷണം നടത്താനുള്ള താല്പര്യം സർക്കാരിനുണ്ടോ? ആരാണ് ഈ ഒരു വലിയ വീഴ്ചയ്ക്ക് ഉത്തരവാദി? അവർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ സർക്കാർ തയ്യാറാകുമോ? പുതിയ സംവിധാനത്തിന് ഇത്തരം പഴുതുകളുണ്ടോ എന്ന് സർക്കാർ പരിശോധിച്ചിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾക്ക് സർക്കാർ ഉത്തരം പറഞ്ഞേ മതിയാകൂ എന്ന അവസ്ഥയുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.